ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക അമ്മമാരെ പോലെ തന്നെ എനിക്കും രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തിരക്കുള്ള സമയമാണ്. പിള്ളേർ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളും രാവിലത്തെ തിരക്കും ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും എന്നറിയാം. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ. ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് മുഴുവനായി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം രാവിലെ ഞാൻ നേരെ എഴുന്നേറ്റ് അടുക്കളയിലോട്ടാണ് ഞാൻ ആദ്യം ഓടുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. അത് കഴിഞ്ഞ് പിള്ളേർ എഴുന്നേറ്റ് വന്ന് ഓരോരുത്തരായി 6:30 എഴുന്നേൽക്കണം. കാരണം 8 മണിക്കാണ് ബസ് വരുന്നത്. അപ്പോൾ 6:30 എഴുന്നേറ്റിട്ട് ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പം അവരുടെ കുളിയും പല്ല് തേപ്പൊക്കെ നോക്കുമ്പോഴത്തേന് ഞാനും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അങ്ങനെ റെഡിയാക്കി കഴിക്കാനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചെറുപയർ പുഴുങ്ങിയതും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാം നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ആൾക്ക് പിന്നെ മോരുകറി പയർ ഉപ്പിട്ട് പുഴുങ്ങിയതും മതി. ഒരാൾക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇതാണ് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ. അങ്ങനെ പിള്ളേർ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. ഇടയ്ക്ക് ഞാൻ വാരി കൊടുക്കും. സമയമില്ലാത്തപ്പോൾ ഞാൻ പറയും വാരി കഴിച്ചോളാൻ പറയും. അല്ലാത്തപ്പോൾ ഞാൻ വാരി കൊടുക്കും. സമാധാനത്തോടെ നിന്നിരുന്നൊക്കെ കഴിച്ച് വാരി കൊടുത്തിട്ടാണ് ഞാൻ വിടാറ്. അങ്ങനെ പിള്ളേരെ ഒരുക്കി അവരുടെ കയ്യിൽ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണല്ലോ സ്കൂളിൽ പോകാൻ നേരം മറക്കുന്നത്. ബെൽറ്റും പിന്നെ ഐ.ഡി കാർഡും കർച്ചീഫും അങ്ങനെ തൊപ്പി പിന്നെ മഴയും തണുപ്പൊക്കെ ആയ കാരണം ഞാൻ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വിടുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ 2 പേരും മറക്കും. പിന്നെ പോകാൻ നേരം എന്തെങ്കിലും സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞ് 2 പേരും കൂടെ ഭയങ്കര തർക്കമാണ്. അത് കാരണം വലിയൊരു ബഹളം കഴിഞ്ഞാണ് രാവിലെ ഇറങ്ങുന്നത്. അങ്ങനെ വിടാറായപ്പോഴത്തേന് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ കാരണം പോക്ക് വരവ് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ 8 മണി എന്നുള്ള സമയത്താണ് കൊടും മഴ വരുന്നത്. അത് കാരണം പിന്നെ എങ്ങനെ ഒരു വിധത്തിൽ കൊണ്ട് വിട്ടു. പിന്നെ അവരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നല്ല മഴയും തണുപ്പും വിശപ്പും ഒക്കെ ഇല്ല. എന്നാൽ പിന്നെ ചൂടോടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ കൊണ്ട് വിട്ട് വന്ന ശേഷം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ശർക്കരയൊക്കെ ഒന്ന് ചീകി എടുത്ത് ഗോതമ്പ് ശർക്കര അട ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. മഴയത്ത് ഈ ചൂടോടെ അതുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ നമുക്ക് ആ തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ അമ്മ എണ്ണീറ്റിട്ടില്ല. അമ്മയ്ക്ക് നല്ല ക്ഷീണമാണ്. അമ്മ കിടന്ന് അമ്മേനെ വിളിച്ചില്ല. ചിന്നുമോള് നല്ല തൊട്ടിലൊക്കെ ഇട്ട് അവളും ഞാൻ ഉറക്കി. ഇടയ്ക്കൊക്കെ ഒന്ന് ചിണുങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആട്ടി കൊടുത്തു. അങ്ങനെയുള്ള ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോതമ്പടയൊക്കെ റെഡിയാക്കി. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പിള്ളേരെ വിട്ട ശേഷം നമുക്ക് ബാക്കി പണികൾക്കൊക്കെ ചെയ്യാനുള്ള ഒരു സമാധാനത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രാവിലത്തെ അത്യാവശ്യം ധൃതി പിടിച്ച പണി കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ എല്ലാം ഒന്നിരുന്ന് ചായ കുടിക്കുകയോ കാപ്പി കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. രാവിലത്തെ ഈ ഓട്ടപ്പാച്ചിൽ ആശ്വാസം കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റൂട്ട് വിശേഷങ്ങളൊക്കെ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.